ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 24-ാം ദിവസമായി ഇന്ന് ഒരല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലോമോൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ. അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കുക. നിൻ്റെ അനുസരണത്തെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. ഒരു ഒറ്റ അധ്യായം മാത്രമുള്ള ഒരു ലേഖനവും മറ്റു ലേഖനങ്ങളെക്കാട്ടിലും പ്രാധാന്യമുള്ളൊരു ലേഖനം കൂടിയാണിത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഒരു കത്ത് രൂപേണ എഴുതുന്നൊരു ലേഖനമാണ് ഇത്. അപ്പോസ്തലൻ തൻ്റെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലോമോന് എഴുതുന്ന തികച്ചും വ്യത്യസ്തവും വ്യക്തിപരവുമായ ഒരു ലേഖനമാണിത്. ഫിലോമോൻ തൻ്റെ ഭവനം ആരാധനയ്ക്കായി തുറന്നിരിക്കുന്നു. ദൈവം നൽകിയ സമ്പത്ത് ദൈവനാമ മഹത്വത്തിനായി ചിലവിടുകയും കർത്താവിനെ സാക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഫിലോമോൻ. സ്വന്തം ഭവനം ദൈവത്തെ ആരാധിക്കുവാനുള്ള ഇടമായി ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടുവാനുള്ള അവസരങ്ങൾ അവനുണ്ടാക്കി. പൗലോസ് പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കുവാനും അവൻ മനസ്സു കാണിക്കുന്നു. അതിനുദാഹരണമാണ് ഒനേസിമോസിനെ ഫിലോമോൻ സ്വീകരിക്കുന്നത്. പ്രയോജനമില്ലാതെ ഓടിപ്പോയ അടിമയെ ഇവിടെ ഫിലോമോൻ സഹോദരനായി കൈക്കൊള്ളുന്നു. ഈ നോമ്പുകാലം നമ്മുടെയും ജീവിത പരിവർത്തനത്തിന് ഇടം കൊടുക്കുക. ലോകപ്രകാരം നാം പലതിനും ബന്ധനസ്ഥരാണ്. എന്നാൽ അതിനെയെല്ലാം തകർത്ത് ക്രിസ്തുവിൽ ബദ്ധരായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. മാനസാന്തരവും അനുരഞ്ജനവും സാഹോദര്യവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ആയിത്തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഒരു നോമ്പിൻ്റെ കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിനും കർത്താവെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനും ഒക്കെ നീടയാക്കി തീർക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കഴിവുകളോ മിടുക്കുകളോ പ്രാപ്തികളോ ഒന്നുമല്ല, എല്ലാം അങ്ങയുടെ കൃപകളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ച് അനുരഞ്ജനത്തിൻ്റെ പാതയിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ നീടയാക്കി തീർക്കണമേ.